നമസ്കാരം. വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അസമിൽ പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ISI ഏജന്റായി പ്രവർത്തിച്ചു വന്ന സുമിത് കുമാർ എന്നയാളിനെ കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസും എയർഫോഴ്സ് ഇന്റലിജൻസിന്റെ വിഭാഗവും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇയാൾ അസമിലെ ചബുവ എയർഫോഴ്സ് സ്റ്റേഷൻ നിർണായകമായ ഒരു പ്രതിരോധ കേന്ദ്രമാണ്. ഈ എയർഫോഴ്സ് സ്റ്റേഷനിൽ മൾട്ടി പർപ്പസ് സ്റ്റാഫാണ്, അതായത് ഇദ്ദേഹം ഒരു സിവിലിയൻ ജീവനക്കാരനാണ്. ഇങ്ങനെ എയർഫോഴ്സ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുകയും എയർഫോഴ്സ് സ്റ്റേഷന്റെയും അതുപോലെ തന്നെ മറ്റു പല പ്രധാനപ്പെട്ട പ്രതിരോധ സ്ഥാപനങ്ങളുടെയും നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കുകയും അതിനുശേഷം അത് സോഷ്യൽ മീഡിയ വഴി, സമൂഹ മാധ്യമങ്ങൾ വഴി പാകിസ്ഥാൻ ഹാൻഡിലർമാർക്ക് കൈമാറി എന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും പോലീസും വിലയിരുത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ കഴിഞ്ഞ ജനുവരിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രാജസ്ഥാൻ പോലീസും അതുപോലെ തന്നെ എയർഫോഴ്സ് ഇന്റലിജൻസും സംയുക്തമായി അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്തു വരികയായിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അസമിൽ ഇങ്ങനെയൊരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഇയാൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പാകിസ്ഥാൻ ചാരന്മാർക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ സീക്രട്ട് സർവീസിന്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് കൈമാറിയിരിക്കുന്നത്. അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില യുദ്ധവിമാനങ്ങളുടെ ലൊക്കേഷൻ, മിസൈൽ സിസ്റ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിർണായകമായ സൈനിക ഓഫീസർമാരുടെ പേഴ്സണൽ വിവരങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ആൾ ശേഖരിക്കുകയും ഈ പറയുന്ന സുമിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി ശേഖരിക്കുകയും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ, അതായത് ഫേസ്ബുക്ക് മെസ്സഞ്ചർ പോലെയുള്ള, വാട്സപ്പ് മെസ്സഞ്ചർ പോലെയുള്ള ചില സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്ന ആപ്പുകളിലൂടെ ഇയാൾ പാകിസ്ഥാൻ ഹാൻഡിലർക്ക് കൈമാറി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിരവധി പാക് ചാരന്മാരെ ഇന്ത്യയിൽ അറസ്റ്റിലായിട്ടുണ്ട്, ഇന്ത്യ പിടികൂടിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ചാര നെറ്റ്വർക്കുകളെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇന്ത്യക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ജനുവരിയിൽ ഒരു പാകിസ്ഥാൻ ചാരനെ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുമിത് കുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചബുവ എയർഫോഴ്സ് സ്റ്റേഷനിലെ മൾട്ടി പർപ്പസ് സ്റ്റാഫാണ് ഇദ്ദേഹത്തിൻ്റെ ഇയാളുടെ വിവരങ്ങൾ അത് കൂടുതൽ ശേഖരിച്ചു വരികയാണ്. ഇയാളെ രഹസ്യ കേന്ദ്രത്തിൽ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ്. എന്തൊക്കെ തരത്തിലുള്ള വിവരങ്ങളാണ്? നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണ് എങ്കിൽ യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ വരെ ഇയാൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ ശത്രു രാജ്യത്തിന് കൈമാറിയിരിക്കുന്നു. നിർണായകമായ വിവരങ്ങളാണ് ഇയാൾ കൈമാറിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇയാൾ പാകിസ്ഥാൻ ചാരന്മാരുമായി ബന്ധപ്പെട്ടത് എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 2023 പാകിസ്ഥാൻ ചാര സംവിധാനവുമായി ഈ സുമിത് കുമാർ ഇടപഴകുന്നത്. 3 വർഷമായി, കഴിഞ്ഞ 2023 മുതൽ തന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ ഹാൻഡിലർമാരുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. അവർ പറയുന്നത് പോലെയുള്ള വിവരങ്ങൾ ഇന്ത്യയിൽ നിന്നും ചോർത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന സുമിത് കുമാറിൻ്റെയും സംഘത്തിൻ്റെയും പ്രവർത്തനം. ഇയാളുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഉടൻ തന്നെ അറസ്റ്റിലാകും. ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ 1-ലധികം പേർ കസ്റ്റഡിയിലുണ്ട്. അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂടുതൽ അറസ്റ്റ് നടക്കുന്നത്. പാകിസ്ഥാൻ ചാര സംഘടനയെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പൊളിച്ചെടുക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.